നമ്മുടെ ഓണം ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരുന്നത് ഒരു ആഘോഷത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ നാടിന്റെ ഏറ്റവും മനോഹരമായ ഒരു പാരമ്പര്യത്തെ ഓർക്കാനും പഴയ ഓണക്കാലത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനും നമ്മുടെ ബന്ധങ്ങൾ ഒന്നുകൂടി ശക്തമാക്കുവാനും വേണ്ടിയിട്ടാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഓണക്കോടി, പൂക്കളം, ഓണസദ്യ, പായസം, ഓണപ്പാട്ട്, പൂഞ്ഞൽ, പിന്നെ നമ്മുടെ സ്വന്തം മാവേലി. പക്ഷെ ഓണം ഇതൊക്കെ മാത്രമാണോ? അല്ല. ഓണം എന്നത് ഒരുമയുടെ ഒരു ആഘോഷമാണ്. മാവേലിയുടെ കാലത്ത് എല്ലാവരും സന്തോഷത്തോടെ പരസ്പരം സ്നേഹത്തോടെ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ ജീവിച്ചിരുന്നു എന്നാണ് നമ്മുടെ ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ടാണ് മാവേലി നാണു പണിയും കാലം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഒരു നല്ല കാലത്തെയാണ്. ഒരു പാട്ടാണ്, ആരും പേടിക്കരുത് കേട്ടോ. മാവേലി നാടു പണിയും കാലം എന്ന വരികളിൽ തന്നെ ഓണത്തിന്റെ വലിയൊരു സന്ദേശമുണ്ട്. പഴയകാല ഓണം. പണ്ട് ഓണം ഇന്നത്തെ പോലെ വലിയ ചെലവുള്ള ആഘോഷമായിരുന്നില്ല. വീട്ടുമുറ്റത്ത് കിട്ടുന്ന പൂക്കൾ പറിച്ച് കുട്ടികൾ പൂക്കളം ഒരുക്കും. ചിലപ്പോൾ അയൽവീട്ടിൽ നിന്ന് പൂക്കളം കൊണ്ടുവരും. ഓണത്തിന് പുതിയ വസ്ത്രം കിട്ടുമോ എന്ന കാത്തിരിപ്പ് കുട്ടികളുടെ വലിയ സന്തോഷമായിരുന്നു. വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ, ബന്ധുക്കൾ വരുന്നത്, അയൽവീട്ടുകാരെ വിളിക്കുന്നത്, എല്ലാവരും ചേർന്ന് സദ്യ കഴിക്കുന്നത്. പണത്തിന്റെ വലിപ്പമില്ലായിരുന്നു അന്നത്തെ ഓണത്തിന്റെ സന്തോഷത്തിന്. മനുഷ്യന്റെ മനസ്സിന്റെ വലിപ്പമായിരുന്നു ഏറ്റവും വലുത്. ഇന്നും നമ്മൾ അതേ സന്തോഷം തിരിച്ചു കൊണ്ടുവരണം. ഒരു ചെറിയ കഥ പറയാം. ഒരു ഓണക്കാലത്ത് ഒരു ചെറിയ കുട്ടി അമ്മയോട് ചോദിച്ചു, അമ്മേ, നമ്മുടെ വീട്ടിൽ അയൽക്കിരിക്കുന്ന ആരെങ്കിലും വന്നാല് അത്രയധികം ഓണസദ്യ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ, നമ്മുടെ വീട്ടിൽ കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ. പക്ഷെ അയൽവീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ നമ്മളത് പങ്കുവെക്കും. കുട്ടി വീണ്ടും ചോദിച്ചു, അപ്പോൾ നമുക്ക് കുറയില്ലേ? അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പങ്കുവെച്ചാൽ ഭക്ഷണം കുറയും മോനെ, പക്ഷെ സന്തോഷം കൂടും. ഇതാണ് യഥാർത്ഥത്തിൽ ഓണം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് മറ്റൊരാളുമായി പങ്കുവെക്കുക, ഒറ്റയ്ക്ക് സന്തോഷിക്കുന്നതിനേക്കാൾ എല്ലാവരോടും ചേർന്ന് സന്തോഷിക്കുക. ഇന്നത്തെ ഓണം. ഇന്ന് നമ്മുടെ ജീവിതം ഒരുപാട് മാറി. പൂക്കളം വാങ്ങാൻ കടയുണ്ട്, ഓണസദ്യ വാങ്ങാൻ ഹോട്ടലുണ്ട്, ഓണക്കൊടി ഓൺലൈൻ പോലും വാങ്ങാം. പക്ഷെ ഒരു കാര്യം മാത്രം കിട്ടില്ല. എന്താണത്? ഒരുമയും സ്നേഹവും. അത് നമ്മൾ തന്നെ ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മുടെ അയൽക്കൂടം പോലെയുള്ള കൂട്ടായ്മകൾ വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരുമിച്ചിരിക്കുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നു, സന്തോഷിക്കുന്നു. ഒരാളുടെ വിഷമം മറ്റൊരാൾ കേൾക്കുന്നു. ഇത് തന്നെയാണ് യഥാർത്ഥ ഓണം. പൂക്കളത്തിൽ പല നിറങ്ങളുള്ള പൂക്കൾ ചേർന്നാണ് അത് മനോഹരമാവുന്നത്. അതുപോലെ തന്നെ നമ്മളും വ്യത്യസ്ത സ്വഭാവക്കാരും വ്യത്യസ്ത സാഹചര്യമുള്ളവരുമായിരിക്കാം. പക്ഷെ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടായ്മ മനോഹരമാകുന്നത്. അതുകൊണ്ട് ഈ ഓണത്തിന് നമുക്ക് ഒരു ചെറിയ തീരുമാനമെടുക്കാം. എൻ്റെ സന്തോഷം മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവരും സന്തോഷിക്കണം. ഒരു നല്ല വാക്ക് പറയാം, ഒരു കൈത്താങ് നൽകാം, ഒരാളെ വിഷമത്തിൽ ഒറ്റപ്പെടുത്താതെ ഇരിക്കാം, നമ്മുടെ അയൽക്കാരെ സ്വന്തം കുടുംബത്തെ പോലെ കാണാം. അങ്ങനെയൊരു മനസ്സോടെ ആഘോഷമാണ് ഓണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഓണം. അവസാനമായി ഒരു കാര്യം മാത്രം പറയട്ടെ. ഓണം നമ്മുടെ വീട്ടിൽ മാത്രം വരേണ്ടതല്ല, നമ്മുടെ മനസ്സുകളിലും വരണം. പൂക്കളം നമ്മുടെ മുറ്റത്ത് മാത്രം വിരിയേണ്ടതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിലും വിരിയണം. ഈ ഓണം എല്ലാവരുടെയും ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകുന്നതാവട്ടെ. നമ്മുടെ കുടുംബം, നമ്മുടെ ശക്തി, നമ്മുടെ അയൽക്കൂട്ടം, നമ്മുടെ ഒരുമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.